ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയുടെ ശക്തി. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. മനുഷ്യജീവിതത്തിൽ വിചാരപ്പെടൽ, ആകുല ചിന്ത, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഇതെല്ലാം മനുഷ്യജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ പരിശുദ്ധമായ വേദപുസ്തകം പറയുന്നത് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നുള്ളതാണ്. പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ, നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ ദൈവത്തോട് അറിയിക്കയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ ചിന്ത എന്താണ്? വിചാരപ്പെട്ടുകൊണ്ട് ആകുല ചിന്തയിൽ മനം കലങ്ങിയിരിക്കേണ്ടവരല്ല, പിന്നെയോ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നതായ മഹത്തായ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കണം എന്നുള്ളതാണ്. ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഏത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നാലും അതിൻ്റെ മധ്യത്തിൽ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാകുന്നു എന്നുള്ളതാണ്. ഉപവാസവും പ്രാർത്ഥനയും നോമ്പും നമ്മുടെ ജീവിതത്തിൽ ശക്തി പകരുന്നതാണ്, ആധ്യാത്മികമായ ശക്തി പകരുന്നതാണ്. ഈ കാലഘട്ടം നോമ്പിൻ്റെ കാലഘട്ടമാണല്ലോ. അനുതാപത്തിൻ്റെയും പുതുക്കത്തിൻ്റെയും കാലഘട്ടമാണ്. നമ്മൾ നമ്മളെ തന്നെ സ്വയത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി വെടിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നതായ അനുഭവമാകുന്നു ഈ നാളുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന എല്ലാ മതവിഭാഗങ്ങളിലും എല്ലാ വിശ്വാസികളുടെയും ശക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ശക്തി, സൗഖ്യം ലഭിക്കും എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്നുള്ളതാണ്. വിശ്വാസമാണ് വലുത് എന്ന് പറയുന്നു. എബ്രായ ലേഖനത്തിൽ പറയുന്ന വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്നുള്ളതാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയ വിശ്വാസി, ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതായ മഹത്തായ സത്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നുള്ളതാണ്. വിചാരപ്പെട്ടാൽ നമ്മുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ സാധിക്കുമോ എന്ന് ദൈവവചനം പറയുന്നുണ്ട്. ഒട്ടും സാധിക്കില്ല. നമ്മൾ എന്ന യാഥാർത്ഥ്യത്തെ ഒരു തരത്തിലും മാറ്റുവാൻ സാധിക്കാത്തതായ തരത്തിൽ നമ്മൾ ഉത്കണ്ഠ കൊണ്ടും ആകുല ചിന്ത കൊണ്ടും നമ്മൾ സ്വയം രോഗിയായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉത്കണ്ഠകൾ വെടിഞ്ഞ് ആകുല ചിന്ത വെടിഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുകയാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് സമാധാനം നൽകിത്തരും എന്നുള്ളതാണ്. മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത് എന്താണ്? സമാധാനമാണ്. മനുഷ്യ ജീവിതത്തിൽ അടിസ്ഥാനപരമായി അനിവാര്യമായിരിക്കുന്ന 3 യാഥാർത്ഥ്യമാണ് സമാധാനം, സന്തോഷം, സ്വസ്ഥത എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ സമാധാനം വേണമെന്നുള്ളതാണ്, സന്തോഷം വേണമെന്നുള്ളതാണ്, സ്വസ്ഥത വേണമെന്നുള്ളതാണ്. ഇവിടെ ഈ വേദഭാഗവും നമ്മളെ പഠിപ്പിക്കുന്നത് അതാകും. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയ വിശ്വാസി, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ രോഗങ്ങളെ,
നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ, തകർച്ചകളെ, പരിമിതികളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം നിശ്ചയമായും വിടുതൽ നൽകിത്തരും എന്നുള്ളതാണ്. ദൈവം നിശ്ചയമായും വിടുതൽ നൽകിത്തരും എന്നുള്ളതാണ്. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മളുടെ ആരാധനകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും എല്ലാം നമുക്കൊരു പുതുക്കം ഉണ്ടാകുവാൻ, അനുതാപം ഉണ്ടാകുവാൻ, ഒരു വിടുതലുണ്ടാകുവാൻ ഒക്കെ ഇടയായി തീരുന്ന നിമിഷങ്ങളായി തീരണം നമ്മുടെ ഈ ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ. അതിന് സഹായകരമായി തീരട്ടെ നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ. അതിനുവേണ്ടി നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിന്, നല്ല നിമിഷത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അവിടുത്തെ മക്കളായ അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് അവിടുത്തെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. എല്ലാറ്റിനാലും സ്തോത്രത്തോടുകൂടി നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടതെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പരിമിതികളും, ദൈവമായ കർത്താവെ, രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ദൈവമായ കർത്താവെ, അനവധിയായ പ്രയാസങ്ങളാലും അനവധിയായ രോഗങ്ങളാലും കടഭാരത്താലും ജോലിയില്ലാതെയും മറ്റും പ്രയാസപ്പെടുന്നതായ വ്യക്തികളെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമായ കർത്താവെ, കടഭാരത്തിൽ നിന്ന് വിടുവിക്കണമേ, ജോലി നൽകി അനുഗ്രഹിക്കണമേ, കിട്ടുവാനുള്ള ശമ്പളം കിട്ടുവാൻ ഇടയാക്കണമേ. ഇങ്ങനെ പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറയെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങനെ ഏതെല്ലാം തരത്തിൽ വിഷമം അനുഭവിക്കുന്നുവോ, ഏതെല്ലാം തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നുവോ, അവരുടെ പ്രയാസത്തിന് മേൽ അവിടുന്ന് ജയമെടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവിടുന്ന് ജയമെടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഇന്ന് കർത്താവെ, ഈ വചനം കേൾക്കുന്ന വ്യക്തികൾ ആരായിരുന്നാലും അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവെ. യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമീൻ. കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംബന്ധ സഹവാസവും വാഴ്വുകളും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.